ഫിസിക്കലി ചലഞ്ച്ഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു എൽഡർ ഫ്രണ്ട്ലി ആയിട്ട് അതിന്റെ എൻട്രൻസ് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് അവിടെ ഒരു റാമ്പ് കൊടുക്കുക. ആ റാമ്പിന് സഫീഷ്യന്റ് സ്ലോപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ CLS അറ്റ് ഹോമിൻ്റെ പാർട്ടായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു സ്വന്തം വീട് ജീറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജേക്കബ് ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ ജേക്കബിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സാർ, ഈ ആശയം മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മെയിൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് കെയർ ഡിസൈനിങ് സെഗ്മെൻറ്റിൽ എസ്പെഷ്യലി ജെറിയാട്രിക് ഹോസ്പിറ്റലിൻ്റെ ഡിസൈനിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് ഒരുപാട് ജെറിയാട്രീഷ്യൻസ് ആയിട്ട് ഇൻട്രാക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഇൻട്രാക്ഷൻസിലൂടെയും ആ ഹോസ്പിറ്റൽ ഡിസൈനിൻ്റെ പാർട്ടായിട്ടും ഞാൻ മനസ്സിലാക്കി 1-2 കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തേയും. അതിൻ്റെ മെയിൻ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, വീടുകൾ നമ്മളൊരു ആഫ്റ്റർ ഒരു 55 to 60 എബോവ് ആകുമ്പോൾ നമ്മുടെ മസിൽസ് വീക്ക് ആവുകയും നമ്മൾ മെയിൻലി നമ്മുടെ ബോഡി കോൺഷ്യസ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ അത് അറ്റൈൻ ചെയ്യുമെന്ന്. പക്ഷെ ചിലപ്പോൾ ഒരു സ്ലൈഡ് സ്ലിപ്പ് വന്നാൽ, അവിടെ ഒരു ഫോൾ വന്നാൽ ഫോൾ വഴി നമുക്ക് ബോൺ ഡാമേജ് വരികയും അങ്ങനെ അത്തരത്തിലുള്ള വീഴ്ചകൾ ഒഴിവാക്കുന്നത് വഴി നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രിമിസസ്, നമ്മുടെ ഓഫീസാണെങ്കിലും വീടാണെങ്കിലും വാട്ട് എവർ പ്ലേസ്, അവിടെ നമ്മൾ കുറച്ച് ജെറിയാട്രിക് ഫ്രണ്ട്ലി ഡെവലപ്മെന്റുകൾ വരുത്തേണ്ടതായിട്ടാണ്. മെയിൻലി വീടിനെ സംബന്ധിച്ചിടത്തോളം ജനറലി നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളും നോക്കിയാൽ എല്ലാം സ്റ്റെപ്സ് ആണ്. 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് വെച്ചിട്ടാണ് വീട്ടിലേക്ക് കയറുക. ഈ സംഭവത്തിൽ തന്നെ നമ്മളൊരു ഒരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഫിസിക്കലി ചലഞ്ച്ഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു എൽഡർ ഫ്രണ്ട്ലി ആയിട്ട് അതിന്റെ എൻട്രൻസ് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് അവിടെ ഒരു റാമ്പ് കൊടുക്കുക. ആ റാമ്പിന് സഫീഷ്യന്റ് സ്ലോപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് 1:12, അതായത് 1 മീറ്ററിന് 12 മീറ്റർ ലെങ്ത് വരുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്താലേ അതിന് കാര്യമുള്ളൂ. ജനറൽ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ 3 സ്റ്റെപ്പിനെ സ്ലോപ്പ് ചെയ്ത് ഒരു റാമ്പ് ഉണ്ടാക്കിയിടും. അത് ഈവൻ മോർ ഡേഞ്ചറസ് ആണ്. നമുക്ക് ആ സഫീഷ്യന്റ് അതിൻ്റെ ഒരു പ്രയോജനം അവിടെ കിട്ടില്ല. അങ്ങനെ ചെയ്യുക. പിന്നെ ഗ്രാബ് ബാറുകൾ കൊടുക്കുക, പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ബാത്റൂംസ് എല്ലാം ഈ അറ്റ് പ്രസന്റ് സിനാരിയോയിൽ കാണുന്നത് എല്ലാം നമ്മളൊരു ലെവൽ ഡിഫറൻസിലായിരിക്കും. വെള്ളം അകത്തേക്ക് വരാതിരിക്കാനായിട്ട് ഒരു സ്റ്റെപ്പിംഗ് ഉണ്ടാവും. ഇതെല്ലാം ഒരു സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70+ ആൾക്കൊരു വീഴാനുള്ളൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക. അത് ആ ബാത്റൂമിലെ സ്റ്റെപ്സ് കൺവേർട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ അകത്ത് ആൻറ്റി സ്ലിപ്പറി മാറ്റ്സ് ഇടുക, ഗ്രാബ് ബാർ വെച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു ബേസിക് കൺവേർഷൻ നടത്തിയാൽ തന്നെ നമ്മുടെ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിനെ തന്നെ ഒരു ജെറിയാട്രിക് ഫ്രണ്ട്ലി ഹോമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു ബേസിക് ലെവൽ. അതുകൂടാതെ ജേക്കബ്, നമ്മൾ ഒരു വീട്ടിലെ ഫർണിച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും പലർക്കും ഉള്ള പ്രശ്നം, ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് സോഫയിലോ സെറ്റിയിലോ ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ അവർ സ്ട്രഗിൾ ചെയ്യുന്ന പല കേസുകളാണ്. അപ്പോൾ ഈ ഫർണിച്ചർ എങ്ങനെ ജെറിയാട്രിക് ഫ്രണ്ട്ലി ആക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ? അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ എൻറ്റയർ ഫർണിച്ചർ നമുക്ക് ജെറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരള കോൺട്രസ്റ്റ് തന്നെ എടുക്കാം. കേരള കോൺട്രസ്റ്റിൽ ഇപ്പം നമ്മളൊരു മിഡ് 80s മിഡ് 90s വീടുകളിലൊക്കെ പോയാൽ എല്ലാം ഈട്ടിയുടെ കസേരകളായിരിക്കും. ഡൈനിങ് ടേബിൾ എല്ലാം ഈട്ടിയുടെ കസേര, മറ്റേ സോഫ സെറ്റ് എല്ലാം ഭയങ്കര ഹാർഡ് വുഡ് സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഹാർഡ് വുഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ചെറിയ സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറിക്കോ ഒരു സാധ്യത കൂടുതലല്ല. അപ്പോൾ ആ കേസുകളിൽ ഈ ഫർണിച്ചറുകളെല്ലാം സോഫ്റ്റ് കോർണേഴ്സ് ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനൊരു സെപ്പറേറ്റ് വിങ് തന്നെയുണ്ട് ഈ ഫർണിച്ചർ ഡിസൈൻ മേഖലയിൽ. അപ്പോൾ അവരുടെ ഹെൽപ്പൊക്കെ നമുക്ക് എടുക്കാം. ദർ ആർ ലോട്ട് ഓഫ് സൈറ്റ്സ് ഓൾസോ ഈ ജെറിയാട്രിക് ഫ്രണ്ട്ലി ഫർണിച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.